കുന്നത്തൂർ മീഡിയയുടെ ഒരു ലൈവ് വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നാലുമുക്ക് കുമരൻ കോഴിമുക്ക് റോഡിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു കാർ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. അല്പസമയം മുമ്പാണ് ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. അപകടത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് മാറി കാറിൻ്റെ മുകളിൽ പതിച്ചിട്ടില്ല, പക്ഷേ ഇലക്ട്രിക് ലൈൻ പതിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം സമീപവാസിയായ ഒരാളാണ് ഈ വാഹനം ഓടിച്ചിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അടുത്ത് തന്നെയുള്ള ഒരാളാണ് വാഹനം ഓടിച്ചിരുന്നതെന്നാണ് നമുക്കിവിടെ വന്ന ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും ഈ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ടും ആളിന് കാര്യമായ പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു അത്ഭുതകരമായ സംഗതിയാണ്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് ഇത്തരത്തിലുള്ളൊരു വാഹനാപകടം നടന്നിട്ടുള്ളത്. ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വാഹനം. എന്തായിരുന്നാലും ഈ ഇലക്ട്രിക് ലൈനും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചതിന് ശേഷം അല്പം മുന്നോട്ട് മാറി ആ ലൈനിൽ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് തൂങ്ങി നിന്നതുകൊണ്ട് ഇതിലേക്ക് പതിച്ചിട്ടില്ല. എന്തായിരുന്നാലും ആ ഒരു അത്ഭുതകരമായൊരു സംഗതി, ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഈ ഇലക്ട്രിക് ലൈൻ ഇതിനകത്തേക്ക് സ്പർശിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അത്ഭുതകരമായൊരു സംഗതി. ആ നിലയിലുള്ള ഇപ്പോൾ രാവിലെ ഇപ്പോൾ അല്പസമയം മുമ്പ് കുറച്ച് മുമ്പ് അപ്പം ആ ഇലക്ട്രിക് ലൈൻ പതിക്കാതിരുന്നത് കൊണ്ടാണ് ഡ്രൈവർ ഇത് അപകടത്തിൽ വലിയ ഒരു അപകടമൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടത്. എന്തായാലും അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ വേണം നമുക്ക് പറയേണ്ടുന്നത്. അപ്പം ആ ഇലക്ട്രിക് പോസ്റ്റ് ഇടിയുടെ ആഘാതത്തിൽ ഒടിഞ്ഞ് മാറി രണ്ടായിട്ട് ഒടിഞ്ഞ് മധ്യഭാഗത്തെ രണ്ടായിട്ട് ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുന്നൊരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് നമ്മൾ കോഴിമുക്കിൽ നിന്ന് നാലുമുക്കിലേക്ക് വരുന്ന ഇടയ്ക്കുള്ള ഒരു റോഡിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. റോഡ് പൊതുവെ വീതി കുറവാണ്. മറ്റു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതെന്നാണ് നമുക്ക് ഈ പരിസരവാസികളായ ആളുകളിൽ നിന്നും പ്രാഥമികമായിട്ട് ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും വാഹനത്തിന് ചെറിയ കേടുപാടുകളുണ്ടായി എന്നുള്ളതൊഴിച്ചാൽ, അതിൻ്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ മുൻഭാഗത്തെ ബമ്പർ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡൊക്കെ തകർന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായില്ല. നിങ്ങൾ ഡ്രൈവർ ഉറങ്ങിയതാകാം, അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ സംഭവിച്ചതാകാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയൊരു അപകടമൊന്നുമില്ലാതെ ഡ്രൈവർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. എന്തായിരുന്നാലും ഇത് സ്ട്രൈറ്റ് റോഡാണ്. അപ്പം ആ സ്ട്രൈറ്റ് റോഡിൽ ഇങ്ങനെ കയറി വരുന്ന സ്വാഭാവികമായിട്ടും ഇരു വാഹനങ്ങൾ വന്നിട്ടുണ്ടാകുന്ന രണ്ട് വാഹനങ്ങളും അല്പം വേഗതയിലായിരിക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടയിലായിരിക്കാം ഒരു പക്ഷേ ഇതൊരു കലുങ്ങ് കൂടിയാണ്. ഈ കലുങ്ങിന് സമീപത്താണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആണ് ഈ കലുങ്ങാണ്. ഈ കലുങ്ങിന് സമീപത്താണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത്. വാഹനങ്ങൾ അത്യാവശ്യം വേഗതയിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊരു സാധ്യത മാത്രമാണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ നൽകാൻ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് സമയമായി. ആളുകളോടൊന്ന് സംസാരിച്ചപ്പോൾ അവർക്കൊരു കൃത്യമായ വിവരം ഇല്ല, നൽകാൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്കൊരു പ്രശ്നമാണ്. എന്തായിരുന്നാലും ഡ്രൈവർ മറ്റ് പരിക്കുകളോ മറ്റ് സംഗതികളോ ഒന്നും തന്നെ ഇല്ല. ഈ ഇടിച്ച ഉടൻ തന്നെ കറണ്ട് പോയി എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. പിന്നീട് KSCB അധികൃതരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. ഈ മേഖലയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. ഇതിന് ഈ പോസ്റ്റൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ ഇവിടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ അപകടകരമായ ലൈനൊക്കെ കടന്നു പോകുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റ് ലൈൻ കൂടിയാണ് ഇതെന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സമീപത്തുണ്ടായിരുന്ന മെറ്റൽ കോനയിലേക്കാണ് വാഹനം ഇടിച്ചത്. അതിനടുത്തൊരു കടയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അതിന് മുമ്പായിട്ട് ആ മെറ്റൽ കോനയിൽ ഇടിച്ച് വാഹനം നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും വലിയൊരു അപകടമാണ് രാവിലെ തന്നെ ഒഴിവായത്. ഇത് കോഴിമുക്കിൽ നിന്നും നാലുമുക്കിലേക്ക് പോകുന്ന റോഡിലാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു അപകടം
സംഭവിച്ചിട്ടുള്ളത്. വിഷ്ണു ആളപായം ഒന്നുമില്ല, ആളിന് ചെറിയ വലിയ പരിക്കൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാഹനം മറ്റൊരു വാഹനം എതിർ സൈഡിൽ വന്നതിനെ തുടർന്നാണ് നിയന്ത്രണം വിട്ടതെന്നാണ് പറയുന്നത്. ഇതൊരു കലുങ്ങാണ് വിഷ്ണു, ഇവിടെ ഒരു കലുങ്ങാണ്. ഇതുണ്ട്, ഈ കലുങ്ങ് സ്വാഭാവികമായിട്ടും ഈ സ്ട്രെയിറ്റ് റോഡാണ്, ചെറിയൊരു വളവുണ്ട്. അപ്പം അതിൽ കൂടി ഇങ്ങനെ കയറി വരുമ്പം സ്വാഭാവികമായിട്ടും ആ നിലയിൽ നിയന്ത്രണം വിട്ടതായിരിക്കാം. എതിർ സൈഡിൽ വന്ന വാഹനം പെട്ടെന്ന് ഒരല്പം പല സൈഡിലേക്ക് മാറിയാൽ മതിയല്ലോ, ചെറിയ വീതി മാത്രമേ ഉള്ളൂ, രണ്ട് വാഹനങ്ങൾക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന വീതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നിലയിലായിരിക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടല്ലോ, വലിയൊരു അപകടമായിരുന്നു. പോസ്റ്റാണ്ട് താഴ്ഭാഗത്ത് വെച്ച് പൂർണ്ണമായും ഒടിഞ്ഞു മാറിയിരിക്കുകയാണ്. താഴ്ഭാഗം വെച്ച് പൂർണ്ണമായും ഒടിഞ്ഞു മാറി. അപ്പം അതിന് ശേഷം ഒടിഞ്ഞു മാറി തെറിച്ച് പിന്നീട് സെൻട്രൽ വെച്ചുകൂടി ഒന്ന് ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ നല്ല വലിയ ലൈന് ഉള്ളതുകൊണ്ടാണ് ഇതിന് മുകളിലേക്ക് വീഴാതിരുന്നത്. ഇത് എവിടെ ഉള്ളവരാണ് എന്ന് അറിയില്ല. ഈ നേരത്തെ ഒരാൾ വന്നിട്ട് ഇതിന് സമീപത്തുള്ള ഒരാളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എവിടെയുള്ള ആളുകളാണെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഇപ്പം നിലവിലുള്ള ആളുകൾക്കൊന്നും കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നില്ല. റിൻഷാദ് ആ പോസ്റ്റ് റോഡിനോട് ചേർന്ന് നിൽക്കണം. ഓക്കെ, അതാണ് ശരിയാണ്, പോസ്റ്റ് റോഡിനോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നേരത്തെയും അപകടം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് റിൻഷാദ് എന്ന് പറയുന്നൊരു സഹോദരൻ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് അപകടത്തിന് കാരണമായിട്ടുണ്ടാവാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റോഡിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. കുറച്ച് ഒതുക്കിയിടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തായിരുന്നാലും അത് റോഡിനോട് ചേർന്നാണ് ആ പോസ്റ്റ് നിൽക്കുന്നത്. എവിടെയുള്ള ആളുകളാണ് എന്ന് ആളുകൾ ചോദിച്ചിരിക്കുന്നു. പക്ഷേ എവിടെയുള്ള ആളാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഉള്ളവർക്കും അതിനകത്തൊരു വിവരം നൽകാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ എവിടെയുള്ള ആളാണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. ഒരു അല്പസമയത്തിന് ശേഷം മാത്രമേ അത്തരമൊരു വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായിരുന്നാലും വലിയൊരു അപകടം തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ ആകാം അപകടത്തിന് കാരണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് നമ്മളൊരു നിഗമനം മാത്രമാണ്, അങ്ങനെ ഉറങ്ങിയതായിരിക്കാമെന്നുള്ളത് നമ്മളൊരു നിഗമനം മാത്രമാണ്. അത് ശരിയാകണം എന്നില്ല. പക്ഷേ ഇവിടെ ആദ്യം വന്ന ഒരാൾ അതേവിടെ നിൽക്കാനോ നമ്മളോട് പ്രതികരിക്കാനോ തയ്യാറായില്ല. ആദ്യം വന്ന ആൾ നമ്മളോട് സൂചിപ്പിച്ചത് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ എന്നാണ് പറഞ്ഞത്. എന്തായിരുന്നാലും അപകടം തന്നെയാണ്. ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ അപകടത്തിൽ മറ്റ് ആളുകൾക്കാർക്കും പരിക്കൊന്നും പറ്റിയില്ല. അപകടം കണ്ടാൽ, അപകടത്തിൻ്റെ തീവ്രത കണ്ടാൽ വളരെ വലുതാണെങ്കിലും മറ്റ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ രാവിലെ തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു അപകടത്തിൻ്റെ വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരുടെ മുമ്പായി വെക്കാനുള്ളത്. നല്ല തിരക്ക് ഉള്ള ഒരു റോഡാണ്. കാരണം കരുനാഗപ്പള്ളി ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾ എളുപ്പത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റോഡ് കൂടിയാണ് ഈ റോഡ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല തിരക്കും, എല്ലായ്പ്പോഴും നല്ല തിരക്കൊക്കെ ഉള്ള റോഡാണ്. അതോടൊപ്പം നല്ല റോഡായതുകൊണ്ട് തന്നെ ആളുകൾ വളരെ വേഗതയിൽ വാഹനം ഓടിച്ചു പോകാനുള്ള സാധ്യതയും ഉണ്ട്. കണ്ട ഒരു സൈഡ് പൂർണ്ണമായിട്ട് നിൽക്കുന്ന ഒരു വണ്ടി, ഒരു ബസ് കഷ്ടിച്ച് നിൽക്കുക മാത്രമേ ഉള്ളൂ ഒരു സൈഡ് പൂർണ്ണമായിട്ട്. അപ്പോൾ തന്നെ ഒരു വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആ ബസ് മുന്നോട്ട് കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എത്രമാത്രം വീതി കുറവുള്ള ഒരു റോഡാണ്. അതിന് വലിയൊരു അപകടം തന്നെയാണ് രാവിലെ ഉണ്ടായത്. അപ്പോൾ അപകടത്തിൽപ്പെട്ട ആളിന് വലിയ പരിക്കൊന്നുമില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു സംഗതിയാണ്. എന്തായിരുന്നാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ്. നന്ദി.